ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കപ്പ് കേക്കാണ്. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വെച്ച് മുട്ടയില്ലാതെ, ബീറ്റർ ഇല്ലാതെ, ഓവൻ ഇല്ലാതെ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക്. ഒരു പാക്കറ്റ് ബ്രിട്ടാനിയ മാരിഗോൾഡ് ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ 6 കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കും ഉണ്ടാക്കാം. ഈ ബിസ്ക്കറ്റിൽ നിന്നും എങ്ങനെ കപ്പ് കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ 6 കപ്പ് കേക്ക് ഉണ്ടാക്കുവാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 20 ബിസ്ക്കറ്റ്, 100 ml മിൽക്ക്, പാല് തിളപ്പിച്ചാറ്റിയത്, 100 ഗ്രാം ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. ആദ്യം ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും പൊടിച്ചെടുക്കുക. ഇവ രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇവ രണ്ടും നല്ലവണ്ണം മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ചായി പാലൊഴിച്ച് തരിയില്ലാതെ നല്ലവണ്ണം ഇളക്കിയെടുക്കുക. കട്ട കൂടാതെ നല്ലവണ്ണം ഇളക്കിയെടുക്കുക. നല്ലവണ്ണം സ്പൂണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആവുന്നത് വരെ വെള്ളം കൂടി ചേർത്ത് ഇളക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് ഇളക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ലൂസോട് കൂടിയ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് ഇളക്കുക. കപ്പ് കേക്ക് ഉണ്ടാക്കുവാനായിട്ടുള്ള പേപ്പർ മോൾഡുകൾ നല്ലവണ്ണം വെളിച്ചെണ്ണ തേച്ച് റെഡിയാക്കുക. അങ്ങനെ എണ്ണ തേച്ച് റെഡിയായ മോൾഡുകളിലേക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കുവാനായിട്ടുള്ള മാവ് ഒഴിക്കുക. മോൾഡുകളിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് മാവിൻ്റെ പാകം ഒന്നുകൂടി നോക്കുക. ആവശ്യമെന്ന് കണ്ടാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കുക. എയർ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം മോൾഡുകളിലേക്ക് മാവ് ഒഴിക്കാൻ. ഓരോ മോൾഡിൻ്റെയും പകുതിയിൽ താഴെ മാത്രമാണ് മാവ് നിറയ്ക്കാൻ പാടുള്ളൂ. മാവ് ഒഴിച്ചതിന് ശേഷം മോൾഡുകൾ ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്ത് എയർ ബബിൾസ് മുഴുവൻ പോയി എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുവാനായി അടിവശം കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലൊരു റിങ് ഇറക്കി വയ്ക്കുക. അതിന് മുകളിൽ ഒരു പ്ലേറ്റും. ഒരു മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്ത് അതിന് മുകളിൽ ഈ പാത്രം വച്ച് അടച്ചു വച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ചൂടാക്കുക. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് മോൾഡുകൾ അതിലേക്ക് ഇറക്കി വയ്ക്കുക. വീണ്ടും പാത്രം അടച്ചു വയ്ക്കുക. ഫ്ലെയിം മീഡിയത്തിൽ നിന്നും താഴ്ത്തി വയ്ക്കുക. അങ്ങനെ ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്ലാസ് അടപ്പുള്ള ഒരു പാത്രമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കേക്ക് പാകമാകുന്നത് നമുക്ക് കാണാം. ഇരുപത് മുതൽ 25 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും അതിൻ്റെ വ്യത്യാസങ്ങൾ നല്ലവണ്ണം അറിയാമായിരുന്നു. 22 മിനിറ്റ് ആയപ്പോൾ ഞങ്ങൾ അടുപ്പ് ഓഫ് ചെയ്തു. രണ്ട് മിനിറ്റിന് ശേഷം പാത്രം തുറന്നു. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ബിസ്ക്കറ്റ് കപ്പ് കേക്ക് റെഡിയായി. വേണമെങ്കിൽ കുറച്ച് കളർഫുൾ ആക്കാൻ കുറച്ചുകൂടി ടൂട്ടി ഫ്രൂട്ടി മുകളിലിടുക. പേപ്പർ മോൾഡ് കീറി
കപ്പ് കേക്ക് നമുക്ക് പുറത്തെടുക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പ് കേക്കിൻ്റെ അതേ കളറും പാകവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയായി വെറും 45 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ 20 ബിസ്ക്കറ്റ് കൊണ്ട് 6 കപ്പ് കേക്ക് ഉണ്ടാക്കിയത്. സ്വാദിഷ്ടമായ ബിസ്ക്കറ്റ് കപ്പ് കേക്ക് റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണ കപ്പ് കേക്കിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഈ കപ്പ് കേക്ക് നിങ്ങൾ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റുകളായി ഇടുക. വീണ്ടും അടുത്ത വീഡിയോയായി വരുന്നത് വരെ ബൈ ബൈ.